കാട്ടാന ഭീഷണിയിൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ഇടുക്കിയിലെ പീരുമേട്, പെരുവന്താനം പഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയിലുള്ളവർ. മുറിഞ്ഞപുഴ, പാഞ്ചാലിമേട്, കണങ്കവയൽ മേഖലകളിൽ നാളുകളായി കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് പതിവാണ്. കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് നാട്ടുകാർ. ഇടുക്കി മുറിഞ്ഞപുഴയിൽ നിന്നും പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയോരത്താണ് കാട്ടാനകൾ വന്നത്. ഇവ കൃഷികൾ വ്യാപകമായി നശിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനകൾ രാത്രി സമയങ്ങളിൽ കൂട്ടത്തോടെ ഇറങ്ങുന്നു. ചില സമയങ്ങളിൽ വിനോദസഞ്ചാരികളടക്കം കടന്നുപോകുന്ന റോഡിലും ആനകൾ നിലയുറപ്പിക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കാട്ടാനശല്യം നിരന്തരമായി ഉണ്ടാകുന്നതോടെ പ്രദേശവാസികളുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായി. ഈ ഒരു മാസത്തിനിടയ്ക്ക് എൻ്റെ ഒരു പല പ്രാവശ്യമായിട്ട് വന്ന് 15ഓളം തെങ്ങുകൾ കളഞ്ഞു. അതുപോലെ തന്നെ ഒരു 10-15 കടപ്ലാവുകൾ, അതുപോലെ കവുങ്ങ്, വാഴ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം വെച്ചാൽ ഞാനതുകൊണ്ട് ഇതിനെ ഭയപ്പെട്ടിട്ട് റിസോർട്ട് അതുകൊണ്ട് അത് കയറി വരാതിരിക്കാൻ വേണ്ടി സ്വന്തമായ ചിലവിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും ഇപ്പം ഞങ്ങൾക്ക് കസ്റ്റമേഴ്സൊന്നും ഇല്ലെങ്കിൽ ഒരു 75,000 രൂപ മുടക്കി ഒരു 100 മീറ്ററോളം അടുത്ത് സോളാർ വേലി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുക. കൃഷിയിടങ്ങൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എല്ലാമുള്ള മേഖലയാണ് ഇവിടം. കഴിഞ്ഞ ഒരു വർഷത്തോളമായി കാട്ടാനകൾ നിരന്തരമായി ജനവാസ മേഖലയിൽ വരുന്നതായി നാട്ടുകാർ പറയുന്നു. ചിലയാളുകൾ വലിയ തുക മുടക്കി കൃഷിയിടങ്ങൾക്ക് ചുറ്റും സ്വന്തമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. തെങ്ങ്, കവുങ്ങ്, കടപ്ലാവ്, ഏലം തുടങ്ങിയവ ആനകൾ വ്യാപകമായി നശിപ്പിക്കുന്നു. കൃഷിയിടത്തിലേക്ക് വരുന്ന ആനകൾ കയ്യാലകളും ജലസേചനത്തിന് ഉപയോഗിക്കുന്ന കുളങ്ങളുമടക്കം തകർത്താണ് മടങ്ങുന്നത്. ഓരോ തവണ കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുമ്പോഴും അധികൃതർ സ്ഥലം സന്ദർശിച്ചു മടങ്ങുന്നതല്ലാതെ കാര്യമായ നടപടികളൊന്നും ഉണ്ടാകാറില്ല. അമൃത ന്യൂസ്, ഇടുക്കി.